ഗായ്സ്, ഇന്ന് നമുക്കൊരു പാസ്ത ആയാലോ. ഞാൻ ആദ്യമായിട്ടാണ് പാസ്ത ഉണ്ടാക്കുന്നത് കേട്ടോ. മിക്കപ്പോഴും എൻ്റെ എല്ലാ റെസിപ്പീസും ആദ്യത്തെ പരീക്ഷണമാണ്. പക്ഷേ ഇതൊരു വമ്പൻ സക്സസ് ആയിരുന്നു. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന സെയിം ടേസ്റ്റിൽ ചീസോ അല്ലെങ്കിൽ ഒറിഗാനോ ഒന്നുമില്ലാതെ വീട്ടിലുള്ള ലിമിറ്റഡ് സാധനങ്ങൾ മാത്രം യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു അടിപൊളി പാസ്ത. നമ്മൾ കയ്യിലുള്ള വെജിറ്റബിൾസ് സാധാരണ നമ്മൾ ഫ്രൈഡ് റൈസിലൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ വെജിറ്റബിൾസും ഞാൻ എടുത്തേക്കുന്നത് ക്യാരറ്റ്, പിന്നെ കോളിഫ്ലവർ, ബീൻസ്, കുറച്ച് ഉള്ളി, വെളുത്തുള്ളി, ഇതെല്ലാം നല്ല കുനുകുനാ അരിഞ്ഞങ്ങ് സെറ്റാക്കി വെച്ചു. പാസ്ത ഓൾറെഡി വേവിച്ച് വെച്ചു. നല്ല ശംഖിൻ്റെ ഷേപ്പിലുള്ള നല്ല അടിപൊളി പാസ്തയായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതെല്ലാം വേവിച്ച് ജസ്റ്റ് ഓൾറെഡി എല്ലാവർക്കും അറിയാമല്ലോ, ജസ്റ്റ് കുറച്ച് വെള്ളത്തിൽ ഇച്ചിരി ഓയിലൊഴിച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് അതൊന്ന് വെള്ളം വാർത്ത് മാറ്റി വെക്കുക. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട്, നെയ്യിലാണെങ്കിൽ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരും. ഇനിയിപ്പം നെയ്യില്ലെങ്കിൽ വെളിച്ചെണ്ണയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നെയ്യ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇട്ട്, കാരണം ഓൾറെഡി നമ്മളിതിൽ ചീസൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടായിരുന്നു, കുറച്ച് വെളിച്ചെണ്ണയും കൂടെ രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ടായിരുന്നു ആക്ച്വലി ഇത് വഴറ്റി മാറ്റി വെച്ചത്. പിന്നെ നമ്മൾ കുനുകുന അരിഞ്ഞ കുറച്ച് ഉള്ളി എടുത്തു. ഈ നെയ്യ് ചൂടാക്കിയിട്ട് അതിലോട്ട്, ഉള്ളി മീൻസ് വെളുത്തുള്ളി, അതിലോട്ടിട്ടു. അതിലേക്ക് ഇപ്പോൾ ഒഴിച്ച് ഈ സാധനമാണ് ഇതിലെ മെയിൻ സാധനം. അതായത് നമ്മൾ ഒരൊറ്റ പൊട്ടറ്റോ, ഒരു മീഡിയം സൈസിലുള്ള ഒരൊറ്റ പൊട്ടറ്റോ പുഴുങ്ങിയിട്ട് അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി, ഒരു അല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്ത്, പ്ലസ് നമ്മുടെ മല്ലിച്ചപ്പ്, പുതിനയിലയും നമ്മുടെ കൊറിയാണ്ടർ ലീവ്സ്, മല്ലിച്ചപ്പ് എന്നാണ് ഞങ്ങളവിടെ കോഴിക്കോട്ടുകാർ പറയുക. അത് മൂന്നും കൂടെ ഒന്ന് ജസ്റ്റ് ബോയിൽ ചെയ്ത് മിക്സിയിൽ ബ്ലെൻഡ് എഴുതി വെച്ചതാണ് നമ്മളിപ്പോൾ ഇതിലോട്ട് മിക്സ് ചെയ്തത്. അതിലോട്ട് ഒരു അരക്കപ്പ് പാല്, ഞാൻ പാക്കറ്റിൽ നിന്ന് നേരെ അങ്ങ് ഒഴിച്ചുകൊണ്ട് അരക്കപ്പ് ആണ് യൂസ് ചെയ്തതെന്നുള്ളത് പറഞ്ഞതാണ്. അരക്കപ്പ് പാലും കൂടെ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിലോട്ട് ചില്ലി ഫ്ലെക്സ്, അതായത് നമ്മളെ വറ്റൽ മുളക് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്ത സാധനം, ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് കുളുക്കുളാന്ന് തിള വരുന്നവരെ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് ഏതാണ്ടൊരു നല്ല ക്രീമി ലെവലിലാവും. ഞാൻ യൂട്യൂബിൽ വീഡിയോസൊക്കെ റെഫർ ചെയ്ത് നോക്കി. അപ്പോൾ അതിലവർ പറയുന്ന കോൺഫ്ലക്സ് മീൻസ് നമ്മുടെ മൈദപ്പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലോറോ അതല്ലെങ്കിൽ ചീസ്, ഇതെല്ലാം വേണം ഈ ഒരു ക്രീമി സാധനം ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞു. പക്ഷേ ഇതൊന്നും തന്നെ എൻ്റെ കയ്യിലില്ല. ആകെയുള്ളത് ഈ പറയുന്ന മാക്രോണിയുടെ കുറച്ച്, പാസ്തയുടെ ഒരു പാക്കറ്റും, പിന്നെ കുറച്ച് ഞാനിപ്പോൾ ഉപയോഗിച്ച കുറച്ച് പച്ചക്കറിയാണ് ഉണ്ടായിരുന്നത്. പിന്നെ അത് വെച്ച് എന്ത് ചെയ്യാം എന്നുള്ള ആലോചിച്ചപ്പോൾ എൻ്റെ തന്നെ ഐഡിയയിൽ രൂപപ്പെട്ടതാണ് ഈ ഉരുളക്കിഴങ്ങ് പരിപാടി. ഇത് ജസ്റ്റ് ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മുടെ പാസ്തയ്ക്ക് ഇച്ചിരി ഒരു വേവ് കുറവുള്ളതുകൊണ്ട് ഞാൻ കുറച്ചധികം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചു. നന്നായിട്ട്, അതായത് നമ്മൾ പാസ്ത വേവിക്കാൻ ഉപയോഗിച്ച വെള്ളം കൂടെ ഇതിലോട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ച് കുറുക്കിയെടുത്തു. അതൊന്ന് കുറുകി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച വെജിറ്റബിൾസ്, വഴറ്റി വെച്ച വെജിറ്റബിൾസ് അതിലോട്ട് ഇട്ട് കൊടുത്തു. അത് കുറച്ച് ഞാൻ അവിടെ മാറ്റി വെച്ചു, കാരണം എൻ്റെ 2 പിള്ളേരകത്ത് തിന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ജസ്റ്റ് ഉപ്പും നെയ്യോട്ട് വഴറ്റി വെച്ചുകൊണ്ട് അവർക്ക് എന്താ അറിയില്ല, 2 പേർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് അത് ഞാൻ കുറച്ച് അവർക്ക് എടുത്ത് കൊടുത്തു. എന്നിട്ട് ഇതൊന്നും കൂടെ നന്നായിട്ടൊന്ന് വേവിച്ച് കുറുക്കിയെടുത്ത് മുകളിലായിട്ട് കുറച്ച് നമ്മുടെ ലീവ്സ്, കൊറിയാണ്ടർ ലീവ്സും നമ്മുടെ പുതിനയുടെ ലീവ്സും കൂടെ ഇട്ട് കുറച്ച് ചില്ലി ഫ്ലെക്സും ഭംഗിക്ക് മുകളിലിട്ട് കൊടുത്ത് ഒന്ന് കുറുക്കി സ്മാഷ്ഡ് പരുവത്തിലാക്കിയെടുത്തു. ആഹാ, അന്തസ്, കാണാൻ തന്നെ നല്ല ലുക്ക് ഉണ്ടായിരുന്നു. സ്മെല്ലാണെങ്കിൽ അതീവ സുന്ദരം. നമ്മുടെ സാധാരണ ഒരു കഫേയിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന, ഞാൻ കഴിച്ചത് നമ്മുടെ പൂനൂരുള്ള കഫേ ഓക്സ് എന്നായിരുന്നു ആദ്യമായിട്ട് പാസ്ത കഴിച്ചത്. ആ കഴിച്ചപ്പം കിട്ടിയ സെയിം ടേസ്റ്റ് സത്യം പറഞ്ഞാൽ എനിക്കിതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഞാനിപ്പോൾ പറഞ്ഞ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നിങ്ങളെല്ലാവരുടെ വീട്ടിലും, ഒട്ടുമിക്ക ആൾക്കാരുടെ വീട്ടിലും ഉണ്ടാകുന്നതാണ്. വലിയ വലിയ സംഭവങ്ങളൊന്നും യൂസ് ചെയ്യാതെ ചെറിയ ചെറിയ സംഭവങ്ങൾ യൂസ് ചെയ്ത് വൈകുന്നേരത്തേക്കുള്ളൊരു സ്നാക്സ് റെഡിയാക്കാൻ അടിപൊളിയാണിത്. മാക്രോണിയോ പാസ്തയുടെ ഈ ഒരു സംഭവം നമുക്ക് പാക്കറ്റ്സ് പല സ്ഥലത്തുനിന്നും കിട്ടും. നോക്കിയാൽ എന്ത് ഭംഗിയാണ് കാണാനെന്ന്. അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. അങ്ങനെ നമ്മളാക്കുന്ന ഡെക്കറേറ്റ് ചെയ്ത് 5-6 ഫോട്ടോസൊക്കെ എടുത്ത് എൻ്റെ വക പാസ്ത റെഡി എന്നുള്ളൊരു ഇൻട്രോ ഒക്കെ കൊടുത്ത് നേരെ പാസ്ത നമ്മുടെ ടേബിളിലോട്ട് ടടട്ടടേ. അപ്പനും മോനും ടേസ്റ്റ് നോക്കാൻ വേണ്ടി റെഡി ആയിരിക്കുന്നുണ്ട്. എനിക്കൊരു പരിപാടി ഉണ്ട്, എന്തുണ്ടാക്കിയാലും അപ്പം ടേസ്റ്റ് ഒക്കെ നോക്കൂല, ഉപ്പുണ്ടോ അല്ലെങ്കിൽ ഒന്നും നോക്കൂല. അത് ലാസ്റ്റ് ടേബിളിൽ വന്നിട്ടാണ് നോക്കുക. അത് ശരിക്കും ഒരു മിസ്റ്റേക്കാണ്. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അവർ കഴിക്കുന്നതിന് മുന്നേ നമ്മൾ അറിയണ്ടേ. പക്ഷെ ഇതിപ്പോൾ നമ്മളല്ലേ ഉള്ളൂ എന്നതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ ടേസ്റ്റ് നോക്കാതെ നേരെ അവിടെ എത്തിക്കുന്നത്.
കഴിച്ചപ്പോൾ ചാച്ചന് ഇഷ്ടപ്പെട്ടു. ചാച്ചൻ്റെ എക്സ്പ്രഷനൊക്കെ അടിപൊളിയായിരുന്നു. കുഞ്ഞൂസിന് ജസ്റ്റ് അതിൻ്റെ ഗ്രേവി എടുത്ത് കൊടുത്തു. അപ്പോൾ അവൻ്റെ എക്സ്പ്രഷൻ അതിലും മനോഹരമായിരുന്നു. പൂച്ചക്കുട്ടിയെ പോലെ നാവൊക്കെ നൊട്ടി കളഞ്ഞ് പിന്നെയും 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 ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഹാപ്പി. കാരണം ആദ്യത്തെ അറ്റംപ്റ്റ് സക്സസ് ആയാലുള്ളൊരു സന്തോഷം. പിന്നെ ഈ വക സാധനങ്ങളൊന്നും പൊതുവെ എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല. ഞാൻ അത്ര വലിയൊരു കുക്കൊന്നും ആയിരുന്നില്ലല്ലോ. നമ്മളിപ്പം വളർന്നു വരുന്ന ഒരു ചെറിയ കുക്കാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി. സംഭവം സക്സസ്. അപ്പോൾ കൂട്ടുകാരെ ഒന്നും ഉണ്ടാക്കി നോക്കണം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.